എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഒറീബ അവളാണെങ്കിൽ ആ ഹോളോയെ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് മോട്സോള് അതാണെങ്കിൽ ഹീറോയുടെ അടുത്തേക്ക് വരും. ഹീറോ ആണെങ്കിൽ അവനെ കണ്ട് ടെൻഷനായി അവനോട് ചോദിക്കും, എന്റെ സിസ്റ്റേഴ്സ് അവർ രണ്ടുപേരും എവിടെ, നീ അവരെ കണ്ടെത്തിയോ? അതിനവൻ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അവരെ രണ്ടുപേരെ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു, അവർ രണ്ടുപേരും നിന്റെ വീട്ടിൽ സേഫ് ആയിട്ടുണ്ട്. പിന്നെ ഹീറോ ആണെങ്കിൽ അവന്റെ സിസ്റ്റേഴ്സിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ച് ആ കണ്ണാടി പയ്യനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് പോകും. അതേസമയം ഒറിഹിബയാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനെ അവിടുന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം അവൾ ഓൾറെഡി ആ ഹോളോയെ കണ്ടു. ഏത് നിമിഷം വേണമെങ്കിലും അവർ അറ്റാക്ക് ചെയ്യാം. അവളുടെ ഫ്രണ്ട്സിനാണെങ്കിൽ ഇവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. ഒറിഹിബയാണെങ്കിൽ എങ്ങനെയൊക്കെയോ അവളുടെ ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്ത് അവിടുന്ന് പറഞ്ഞയക്കും. ടാക്സുമി ഒറിഹിബയോട് പറയും, നിന്നെ എന്തോ ഒന്ന് വേട്ടയാടുന്നുണ്ടെന്ന് എനിക്കറിയാം, ഒരു 5 മിനിറ്റ് ഞാൻ എത്രയും വേഗം നിന്റെ അടുത്തേക്ക് തിരികെ വരാമെന്ന് പറഞ്ഞ് അവളിപ്പോ അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ആ ഹോളോ അത് ഒറിഹിബയുടെ തൊട്ട് പിന്നിൽ വരികയാണ്. അനങ്ങി പോരുത്, അനങ്ങിയ ആ നിമിഷം നിന്നെ ഞാൻ കൊന്നു തിന്നും, എനിക്കറിയാം നിനക്കെന്നെ കാണാൻ കഴിയുന്നുണ്ടെന്ന്. ഇതാ ഇവിടെ ഹീറോ അവൻ ഒരുപാട് ഹോളോവേഴ്സിനെ വെട്ടി എറിഞ്ഞു കഴിഞ്ഞു. അതേസമയം ഹീറോ നശിപ്പിച്ചതിലും ഇരട്ടി ഹോളോവേഴ്സിനെ ആ കണ്ണാടി പയ്യൻ നശിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഒറിഹിബ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അതേസമയം ഒരു ചോപ്പ മുടി പെണ്ണ് അവളിപ്പോ ഒറിഹിബയുടെ അടുത്തേക്ക് ഓടി വരും. അവളെ കാണേണ്ട താമസം ആ ഹോളോ അവളെ അറ്റാക്ക് ചെയ്ത് താഴെ ഇടുകയാണ്. ഒറിഹിബ ആ കാഴ്ച കണ്ട് നിലവിളിച്ച് അവളുടെ അടുത്തേക്ക് ഓടിയെത്തും. അവൾക്കാണെങ്കിൽ ബോധമില്ല, അവളുടെ ബോഡി മുഴുവൻ ചോര. അടുത്ത നിമിഷം അവളുടെ ഫ്രണ്ട് അവൾ ചാടി എഴുന്നേറ്റ് ഒറിഹിബയെ അവൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഒറിഹിബയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും, ആ ഒരു ഹോളോ അതിപ്പോ അവളെ കൺട്രോൾ ചെയ്യാണ്. ഒറിഹിബ ദേഷ്യപ്പെട്ട് ഹോളോട് ചോദിക്കും, സത്യം പറയ്, നീ ഇവളെ എന്താ ചെയ്തേ? എനിക്ക് എന്റെ ഫ്രണ്ടിനെ അവളെ തിരികെ വേണം, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ എന്റെ ഫ്രണ്ടിനെ അവളെ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനാ ഹോളോ ആണെങ്കിൽ അവളെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ്. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല, എന്റെ ഒരു ടെക്നിക്കാണ്, എന്റെ പവർ ഉപയോഗിച്ച് മനുഷ്യരെ കൊണ്ട് തന്നെ ഞാൻ മനുഷ്യരെ അറ്റാക്ക് ചെയ്യിപ്പിക്കുമെന്ന് പറയും. അത് കേട്ട് ഒറിഹിബ അവൾ തിരിഞ്ഞു നോക്കും. അവളുടെ സ്കൂളിലുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ ആ ഹോളോ അതിപ്പോ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അടുത്ത നിമിഷം ആ സ്റ്റുഡൻസ് എല്ലാവരും അവളെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കും. അത് കണ്ട് ടാക്സുമി ആണെങ്കിൽ അവിടേക്ക് ഓടി വന്ന് അവരെ എല്ലാവരെയും ഇടിച്ചിട്ട് ഒറിഹിബയായിട്ട് അവിടുന്ന് ഉഷാറായിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഉടനെ ഞൊട്ടിയിടയിൽ ആ ചോപ്പമുടി പെണ്ണ് അവളാണെങ്കിൽ ടാക്സുമിയുടെ പിന്നാലെ ഓടി വന്ന് അവളെ പിടിച്ചു വലിക്കും. ടാക്സുമിക്കാണെങ്കിൽ തിരികെ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയില്ല, അവൾ നിസ്സഹായായി നിലവിളിക്കും. ആ ഹോളോ ആണെങ്കിൽ ഇപ്പൊ ടാക്സുമിയുടെ ബോഡിയിലേക്ക് ഒരു സീഡ് അങ്ങനെ കടത്തി വിടുകയാണ്. ഇനി നിന്നെയും ഞാനായിരിക്കും കൺട്രോൾ ചെയ്യുക, നിന്നെ കൊണ്ട് നിന്റെ ഫ്രണ്ടിനെ രക്ഷിക്കാനാവില്ല, നിന്നെ കൊണ്ട് നിന്റെ ഫ്രണ്ടിനെ രക്ഷിക്കാനാവില്ല. അത് കേട്ട് ടാക്സുമി ആണെങ്കിൽ ആ ഹോളോയെ കടിക്കും. അതിനാ ഹോളോ ആണെങ്കിൽ ടാക്സുമിയെ വീണ്ടും വീണ്ടും അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ ഒറിഹിബ അവൾ അവളുടെ ചുറ്റും ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനെ എല്ലാം തട്ടി മാറ്റി ടാക്സുമിന്റെ അടുത്തേക്ക് ഓടിയെത്തും. പക്ഷെ ടാക്സുമി അവൾക്ക് ഓൾറെഡി അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവളെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് ആ ഹോലോ ആണ്. ടാക്സുമി അവൾ ഒറിഹിബ അവളുടെ ക്ലോസ് എത്തേണ്ട താമസം ഒറിഹിബയെ ചവിട്ടി താഴെയിടും. ഒറിഹിബ ഒരു സെക്കൻഡ് ടാക്സുമിയെ തന്നെ നോക്കും. ആദ്യമായിട്ട് അവളെ ക്ലാസ്സിൽ വെച്ച് കണ്ട കാര്യം അത് ആലോചിക്കുകയാണ്. ഒറിഹിബയ്ക്ക് അവൾക്ക് അവളുടെ മുടി അത് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ സീനിയേഴ്സ് എല്ലാവരും ചേർന്ന് അവളെ ടാഗ് ചെയ്ത് അവളുടെ മുടി അത് മുറിച്ചു കളഞ്ഞു. ഒറ്റപ്പെട്ട് ഡിപ്രഷനിലായ ഒറിഹിബയെ അവൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ സഹായിച്ചതും അവളുടെ കൂടെ നിന്നതും സാക്ഷാൽ ടാക്സുമിയാണ്. അന്നു മുതൽ ഈ നിമിഷം വരെ അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഈ കാര്യങ്ങളെല്ലാം ഓർത്ത ഒറിഹിബ ണെങ്കിൽ സ്ട്രോങ് ആയിട്ട് അങ്ങനെ ടാക്സുമിയെ ഹഗ് ചെയ്യാണ്. എനിക്കൊരിക്കലും നിന്നെ മറക്കാനാവില്ല, നിന്നെ കൈവിടിയാനും എന്നെ കൊണ്ടാവില്ല. അവളത് പറയുന്ന അടുത്ത നിമിഷം ഒരു കൊടുങ്കാറ്റ് അവിടേക്ക് വീശി അടിക്കും. ഒറിഹിബയാണെങ്കിൽ അപ്പോഴും ടാക്സുമിയെ വിട്ടുകൊടുക്കില്ല. എന്റെ ടാക്സുമിയെ ഈ അവസ്ഥയിലാക്കിയ ഹോളോ നിന്നെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല എന്ന് അവൾ നിലവിളിച്ച് പറയും. ആ ശക്തിയായ ചുഴലിക്കാറ്റില് ഒറിഹിബ അവൾ ഓരോ ഭാഗത്തേക്ക് തെറിച്ചു പോകാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം അവളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയ പട അത് അവളുടെ സോളിൽ നിന്ന് ക്രിയേറ്റ് ആയി പുറത്തേക്ക് വരികയാണ്. ഒറിഹിബയാണെങ്കിൽ അവറ്റകളെ കണ്ട് പേടിച്ച് നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കും. അതിനവർ പറയും, ഞങ്ങള് നിന്റെ സോളിൽ തന്നെ ഉള്ളവരാണ്, ഇച്ചിഗോ ആണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങളിപ്പോ നിനക്ക് ചുറ്റും റൗണ്ട് ചെയ്തിരിക്കുന്നത്, ഞങ്ങളുടെ പേരുകൾ മാറി മാറി വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാനാവും. അവരങ്ങനെ കാര്യങ്ങൾ പറയുന്ന ആ നിമിഷം ഹോലോ അതാണെങ്കിൽ സീഡുകളൊക്കെ വലിച്ചെറിഞ്ഞ് ഒറിഹിബയെ അറ്റാക്ക് ചെയ്യാണ്. ഒറിഹിബയാണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കാതെ അവരുടെ പേരുകൾ അതങ്ങനെ മാറി മാറി വിളിക്കും. അടുത്ത നിമിഷം അവറ്റകളെല്ലാം ചേർന്ന് ഒരു സ്പെല്ല് അതുപയോഗിച്ച് വലിയൊരു ബാരിയർ തന്നെ ഒറിഹിബയ്ക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യും. സോ
ആ ഒരു ഹോളോ വലിച്ചെറിഞ്ഞ സീഡ്സ് അതെല്ലാം ബാരിയറിൽ തട്ടി തിരികെ പോവാണ്. ഹോളോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതങ്ങനെ ഫുൾ കലിപ്പില് അലറാൻ തുടങ്ങും. ഇവിടെ ഒറിഹിബയ്ക്കാണെങ്കിൽ ചെറിയൊരു പ്രതീക്ഷയൊക്കെ അവളുടെ മനസ്സിലേക്ക് വരികയാണ്. പക്ഷെ അവളുടെ ഫ്രണ്ട്സ് അവരിപ്പോ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അവളത് പറയേണ്ട താമസം അവറ്റകളെല്ലാവരും ടാക്സിമേയും അവിടെയുള്ള സ്റ്റുഡൻസിനെ എല്ലാം തന്നെ ഹെയിൽ ചെയ്യാനായിട്ട് തുടങ്ങും. റിഹിബയുടെ ബോഡിയിലുള്ള പരിക്കുകളും ഹെയിൽ ചെയ്ത് അവറ്റകളെല്ലാം ചേർന്ന് ആ ഒരു വലിയ ഹോളോയെ അവിടെ വെച്ച് തകർക്കുകയാണ്. ഒറിഹിബയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അടുത്ത നിമിഷം അവറ്റകളെല്ലാം ഒറിഹിബയുടെ ിയിൽ പിൻ ചെയ്തിരുന്ന ആ സ്ലൈഡുകളായി മാറി അങ്ങനെ ഇൻവിസിബിൾ ആവുകയാണ്. ഒരുപാട് പവർ അത് ഒറിഹിബയുടെ ബോഡിയിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ അവളങ്ങനെ തളർന്ന് താഴെ വീഴും. കട്ട് ചെയ്ത ഇവിടെ കരീൻ അവളാണെങ്കിൽ അവളുടെ പപ്പയുമായി മുടിയന്റെ അടുത്തേക്ക് വരും. പക്ഷെ അവിടെയാണെങ്കിൽ ആ മുടിയനെ കാണാനില്ല. അത് കണ്ട് പപ്പ ആണെങ്കിൽ ടെൻഷനായിട്ട് അവളോട് ചോദിക്കും, നീയല്ലേ പറഞ്ഞേ ഇവിടെ നിന്റെ ഫ്രണ്ട് അവൻ പരുക്ക് പറ്റി കിടക്കുന്നുവെന്ന്, എന്നിട്ടിപ്പോ ഇവിടെ ആരെയും കാണാനില്ലല്ലോ. കരീനാണെങ്കിൽ കൺട്രോൾ പോവും. അവൾക്കാണെങ്കിൽ അവളുടെ പപ്പയുടെ ആക്ഷൻസ് ഒന്നും ഒട്ടും ഇഷ്ടാവാതെ കാലും മടക്കി ആളെ ചവിട്ടി താഴെയിടാണ്. കട്ട് ചെയ്ത ആ ഷോപ്പ് ഓണർ ആളാണെങ്കിൽ ആരെയോ നോക്കി നിൽക്കുകയാണ്. മറ്റാരെയോ അല്ല, ഇവയെയും നമ്മുടെ മുടിയനെയും. അവർ രണ്ടുപേരും ആളുടെ തൊട്ട് മുൻപിൽ ഇരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ കണ്ണാടിക്കാരൻ അവനാണെങ്കിൽ ഒരുപാട് ഹോളോസിനെ ഇതിനോടകം നശിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ എന്താ, അവന്റെ ബോഡിയിലും ഹോളോസ് അറ്റാക്ക് ചെയ്ത ഒരുപാട് പരുക്കുകളുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കും. എന്റെ മാസ്റ്ററിന് വേണ്ടി എനിക്ക് ജയിച്ചേ പറ്റൂ. സോൾ റീപ്പേഴ്സിനെ അവരെ തോൽപ്പിക്കണം. അവരുടെ ആവശ്യകത അതില്ലെന്ന് എനിക്ക് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞ് അത് വീണ്ടും വീണ്ടും ഇപ്പൊ ഹോളോസുമായിട്ട് പൊറിഞ്ഞ പോരാട്ടം. മറ്റൊരു ഭാഗത്ത് റുക്കിയ അവൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത പവറൊക്കെ ഉപയോഗിച്ച് ഹോളോസിനെ അറ്റാക്ക് ചെയ്യും. അവളെ ഹെൽപ്പ് ചെയ്യാൻ മോഡ് സോള് അവളുടെ കൂടെ തന്നെയുണ്ട്. അവർ രണ്ടുപേരും ചേർന്ന് ഒരുപാട് ഹോളോവേഴ്സിനെ ഇല്ലാതാക്കും. അതിന്റെ ഇടയ്ക്ക് വെച്ച് മോഡ് സോളിന്റെ കൺട്രോൾ പോയി. അതാണെങ്കിൽ ഇപ്പൊ റുക്കിയയുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറും. അതിന് റുക്കിയ അവനെ ചവിട്ടി തെറിപ്പിച്ച് വീണ്ടും ഹോളോവേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പോഴായിരിക്കും ആ കണ്ണാടിക്കാരൻ അവരുടെ ഇടയിലേക്ക് വരിക. അവനാണെങ്കിൽ ടെൻഷനായിട്ട്, നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്, ഇത് ഞാനും ഇച്ചിഗോയും തമ്മിലുള്ള മത്സരമാണ്. നിങ്ങളാരും ഈ കോമ്പറ്റീഷനിൽ ഇടപെടാൻ വേണ്ടി പാടില്ല. നിങ്ങളാരും ആവശ്യമില്ലാതെ പേടിക്കേണ്ട കാര്യമില്ല. ഈ ഹോളോവേഴ്സ് നിങ്ങളെ നശിപ്പിക്കില്ല. ഈ മത്സരത്തിന് ശേഷം ഇവറ്റകളെല്ലാം ഞാൻ തന്നെ ഇല്ലാതാക്കൂന്ന് പറഞ്ഞ് അവനിപ്പോ ഒരു ഹോളോവിനെ തല്ലിക്കൊല്ലും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ഷോപ്പ് ഓണർ ആളാണെങ്കിൽ ഇപ്പോ അവളോടും ആ മുടിയനോടും പറയും, ഇച്ചിഗോ അവനിപ്പോ ഒരു സോൾ റീപ്പറാണ്. സോ അവന്റെ ബോഡിയിൽ നിന്ന് വരുന്ന ആ സ്പിരിച്വൽ എനർജി അതാണ് നിങ്ങളിലേക്ക് സ്പ്രെഡ് ആയിരിക്കുന്നത്. നിങ്ങൾക്കും സ്പിരിറ്റിനെയും ഹോളോസിനെയും കാണാൻ കഴിയുന്നത് അവന്റെ പവർ കൊണ്ടാണ്. നിങ്ങളുടെ പവറും ഇപ്പൊ പതിയെ പതിയെ അവേക്കനായിരിക്കുന്നു എന്ന് പറയുന്ന അതേസമയം ആളുടെ ഒരു അസിസ്റ്റന്റ് അവിടേക്ക് വന്ന് ആളെ വിളിക്കുകയാണ്. അത് കേട്ട് ആൾ അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ ഹീറോ ആണെങ്കിൽ റുക്കിയുടെ അടുത്തേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോളോയെ തകർത്ത് കളയും. ആ അടുത്ത നിമിഷം സ്കൈയില് ഒരുപാട് പോർട്ടൽസ് അങ്ങനെ ക്രിയേറ്റ് ആയി ഹോളോസ് പുറത്തേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.